യേശുവിൽ പ്രിയരെ, ക്രിസ്തു ജനനത്തിനായുള്ള പുണ്യയാത്രയിലാണല്ലോ നമ്മൾ. ഈ കാലത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് നമുക്ക് ധ്യാന വിചിന്തനം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതലുള്ള തിരുവചനങ്ങളാണ്. ദൈവിക വെളിപാടുകളോട് ചങ്കൂറ്റത്തോടെ ആമേൻ പറഞ്ഞ ഒരു പെണ്ണിൻ്റെ കഥയാണ് ഇന്നത്തെ ജീവിതം. 13-ാമത്തെ വയസ്സിൽ ദൈവം കൊടുത്ത ഒരു ദർശനത്തോട് ചങ്കൂറ്റത്തോടെ ആമേൻ പറഞ്ഞതാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ഇത്രമേൽ ദൈവിക സാന്നിധ്യം അനുഭവിക്കാനുള്ള കാരണം. അതിന് 1-2 കാര്യങ്ങൾ ഈ പെൺകുട്ടി ജീവിതത്തിൽ പ്രാവർത്തികമാക്കി എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് ഇങ്ങനെയാണ് പറയുക, ദൈവദൂതൻ അവളെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. അതത്ര എളുപ്പമുള്ള ഒരു വിശേഷണമല്ല. ഒരാളെ നോക്കി നമ്മൾ പറയുകയാണ് ഇവൾ ദൈവകൃപ നിറഞ്ഞവളാണ്, ദൈവകൃപ നിറഞ്ഞവനാണ്. അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു അഭിമാനം എത്രമേൽ വലുതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. പക്ഷേ ഈ പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അത്രമേൽ ദൈവകൃപ നിറഞ്ഞവളൊന്നും ആയിരുന്നില്ല. അകാലത്തിൽ തന്നെ തൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് വലിയ സങ്കടത്തിലൂടെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ മകള്, ജീവിതത്തിൽ പാപമില്ലാതെ ജനിച്ചു. പക്ഷേ പാപത്തിൻ്റെ എല്ലാ സാധ്യതകളും അവൾക്കുണ്ടായിരുന്നിട്ടും അതിനോട് ചങ്കൂറ്റത്തോടെ വേണ്ടെന്ന് വെച്ചൊരു പെൺകുട്ടി ദേവാലയത്തിൽ ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി തൻ്റെ തന്നെ ജീവിതം മാറ്റിവെച്ചപ്പോൾ നിർബന്ധത്തിൻ്റെ പേരിൽ ഒരു വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്ന മനസ്സിൻ്റെ വേദനകളുള്ള ഒരു പെൺകുട്ടി. അങ്ങനെ എല്ലാം കൊണ്ടും വലിയ ദുരന്തങ്ങളിലൂടെ വേദനകളിലൂടെ കടന്നു പോകുമ്പോഴാണ് ദൈവത്തിൻ്റെ 1-ാമത്തെ അരുൾപ്പാട് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമ്മളും കേൾക്കേണ്ട ഒരു വചനഭാഗമാണിത്. നമ്മളെ നോക്കി പറയണ്ടേ, ഈ ക്രിസ്മസിന് വേണ്ടിയൊക്കെ ഒരുങ്ങുമ്പോൾ എത്രയോ നാളായി നമ്മളൊക്കെ ക്രിസ്തുമസ് ആഘോഷിക്കാൻ തുടങ്ങിയിട്ട്, എത്രയോ നാളായി നമ്മുടെ ഉള്ളിൽ ഉണ്ണീശോ പിറന്നിട്ട് വീണ്ടും വീണ്ടും ഉണ്ണീശോ പിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിലല്ല അർത്ഥം. ക്രിസ്മസൊക്കെ നല്ലതാണ്, അതൊരു ഓർമ്മയാണ്, യേശു ജനിച്ചതിൻ്റെ ഓർമ്മയാണ്. പക്ഷേ നമ്മളിപ്പോൾ പലയിടത്തും ഇങ്ങനെ കാണുന്നതാണ് ക്രിസ്തു ജനിക്കാനായിട്ട് നമുക്കൊരുങ്ങാം. ഇല്ല, ക്രിസ്തു ഒക്കെ ജനിച്ചതാണ്. വിശുദ്ധ മാമോദീസയിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും ഓരോ കുമ്പസാരത്തിലൂടെയും ഓരോ കുർബാന സ്വീകരണത്തിലൂടെയൊക്കെ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ജനിച്ചതാണ്. പക്ഷേ ഈ ക്രിസ്തുവിനെ വളരാൻ നമ്മൾ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പരാജയം. അപ്പോൾ ഈ ക്രിസ്തു വളർന്നു കഴിയുമ്പോഴാണ് നമ്മളെ നോക്കി മറ്റുള്ളവർ പറയുക ദൈവകൃപ നിറഞ്ഞവളാണ്, ദൈവകൃപ നിറഞ്ഞവനാണ് നീ. ആ ഒരു കേൾവിക്ക് വേണ്ടിയാണ് നമ്മുടെ ഈ പുണ്യയാത്ര. ഈ ദിവസം 5-6 ദിവസം കടന്നു. ഈ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ 6 ദിവസത്തിൽ എത്രമാത്രം ഈ ദൈവിക കൃപ നിറയാൻ വേണ്ടി ഞാൻ ഒരുങ്ങിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിനെ വളർത്താൻ വേണ്ടി ഞാൻ ഒരുങ്ങിയിട്ടുണ്ട്. യേശു എൻ്റെ ഉള്ളിൽ പിറന്ന ഉണ്ണീശോയ്ക്ക് വളരാൻ ഞാൻ എത്രമാത്രം സാധ്യതകൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അത് എല്ലാ രീതിയിലുമുണ്ട്. ഭൗതികമായ ചില ഇഷ്ടങ്ങളോട്, താല്പര്യങ്ങളോട്, മോഹങ്ങളോടൊക്കെ നോ പറഞ്ഞുകൊണ്ടും ആത്മീയമായ ചില ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടൊക്കെയാണ്. ചിലർ പറയും എന്തിനാ ഇങ്ങനെ നോമ്പെടുത്തിട്ടൊന്നും കാര്യമില്ലല്ലോ, അത് ചോദ്യമോ. പക്ഷേ ആ ഒരു ചോദ്യത്തിൻ്റെ ഉള്ളിലും ഒരു അർത്ഥമുണ്ട്. കാരണം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ചില ജീവിത യാഥാർത്ഥ്യങ്ങളോട് എൻ്റെ യേശുവിനെ വളർത്താനായിട്ട് എനിക്ക് തടസ്സമായി നിൽക്കുന്ന എൻ്റേതെന്ന് പറയുന്ന ചില ഇഷ്ടങ്ങളോടും മോഹങ്ങളോടും നോ പറയുമ്പോഴാണ് അവിടെ ദൈവിക സാന്നിധ്യം വളരുകയുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ജീവിതം അങ്ങനെ ആയിരുന്നില്ലേ? ജീവിതത്തിൽ ഒത്തിരിയേറെ പാപ സാഹചര്യങ്ങളുണ്ടായിരുന്നു, ദൈവത്തെ ഉപേക്ഷിച്ച് പോകേണ്ട സാഹചര്യങ്ങളുണ്ടായിരുന്നു, ദൈവിക ചിന്തകളിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു, ദേവാലയത്തിലൊന്നും ഒരു ദൈവിക ശുശ്രൂഷയിൽ ഏർപ്പെടേണ്ട യാതൊരു ആവശ്യവും അവൾക്കില്ലായിരുന്നു. പക്ഷേ ഈ അകാലത്തിൽ വേദനകളൊക്കെ സഹിക്കുമ്പോഴും എൻ്റെ ഉള്ളിലെ യേശുവിനെ വളർത്താൻ വേണ്ടി അവൾ ഏറ്റെടുത്തൊരു ജീവിത ബലിയർപ്പണമാണ് അവളെ നോക്കി സ്വർഗം പറഞ്ഞത്, ദൈവകൃപ നിറഞ്ഞ കുഞ്ഞേ നിനക്ക് സ്വസ്തി. അത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ നോമ്പ് കാലത്തിൽ ഒന്നാമതായിട്ട് നമുക്ക് കേൾക്കേണ്ട ഒരു ചിന്ത, ഈ 25 ദിവസം നമ്മളൊരു ത്യാഗത്തിലൂടെ പുണ്യത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ നോക്കി നമ്മുടെ കൂടെയുള്ളവരൊക്കെ പറയട്ടെ, ദൈവകൃപ നിറഞ്ഞതാണ് എൻ്റെ ഭർത്താവ്, ദൈവകൃപ നിറഞ്ഞതാണ് എൻ്റെ ഭാര്യ, ദൈവകൃപ നിറഞ്ഞതാണ് എൻ്റെ അപ്പനും അമ്മയും, എൻ്റെ മക്കൾ, ഞാൻ കണ്ടുമുട്ടിയവരൊക്കെ ദൈവകൃപ നിറഞ്ഞവളാണ്. അതുകൊണ്ട് ആ ഒരു ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാൻ, പ്രാർത്ഥിക്കാം. രണ്ടാമതായിട്ട് ഈ അമ്മയോട്, ഈ പെൺകുട്ടിയോട് ദൈവത്തിൻ്റെ ദൂതൻ പറയുകയാണ്, നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കും. ഇതിന് നമ്മൾ മംഗളവാർത്ത എന്നാണ് പറയുക. അതത്ര രസകരമായ ഒരു വാർത്തയൊന്നുമല്ല, അത്ര മംഗളമൊന്നുമല്ല, അത്ര സന്തോഷത്തിൻ്റെ വാർത്തയൊന്നുമല്ല. അത് ഇന്ന് നമുക്കാണ് ഒരു മംഗളവാർത്ത. ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ദുരന്ത വാർത്തയാണ് അവൾ അഭിമുഖീകരിച്ചത്.
ഒരു ദൂതൻ വന്ന്, ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പറയാം, നീ പരിശുദ്ധാത്മാവിനെ ഗർഭം ധരിക്കും. കേട്ടുകേൾവിയില്ലാത്ത, ചരിത്രത്തിൽ ഇതുവരെ നടക്കാത്ത ഒരു ജീവിതത്തെക്കുറിച്ചാണ് ദൂതൻ വന്ന് പറയുക. അതും വിവാഹ നിശ്ചയം നടത്തിയിരിക്കുന്ന ഒരു പെൺകുട്ടിയോട്, അതും ഇന്ന് വരെ വിശുദ്ധ എന്ന് പറഞ്ഞ് ജീവിച്ച, ലോകത്തിൻ്റെ എല്ലാ ഇഷ്ടങ്ങളോടും മോഹങ്ങളോടും വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് ജീവിച്ച ഒരു പെൺകുട്ടിയോടാണ് വന്ന് പറയുക, നീ ഗർഭം ധരിക്കാൻ വേണ്ടി പോവുക. അവൾ ഉടനെ ചോദിച്ചൊരു ചോദ്യമുള്ളൂ, ജീവിതത്തിൽ ഒറ്റ ചോദ്യം അവൾ മറുതലിച്ച് ചോദിച്ചിട്ടുള്ളൂ, ഇതെങ്ങനെ സംഭവിക്കും? പിന്നീട് ഒരിക്കലും അവൾ ദൈവത്തെ ചോദ്യം ചെയ്യാനായിട്ട് തന്നെ വിട്ടുകൊടുത്തില്ല. ഇതെങ്ങനെ സംഭവിക്കും, എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. അപ്പോൾ പറഞ്ഞു, ആത്മാവ് നിൻ്റെ മേൽ നിറയും, അപ്പോൾ നീ ശക്തിപ്പെടും, അപ്പോൾ ആത്മാവ് നിനക്കൊരു കുഞ്ഞിനെ നൽകും, നീ അതിന് യേശു എന്ന് പേരിടണം, അതെല്ലാവർക്കും അനുഗ്രഹമാക്കി നീ വളർത്തണം. പ്രിയപ്പെട്ടവരെ, ഉടനടി അമ്മ പറഞ്ഞ ഒറ്റ മറുപടി ഇതാണ്, ആമേൻ, നിൻ്റെ ഇതം പോലെ നിറവേറട്ടെ. നാളെ ഞാനിന്ന് ഒരു വേശ്യയെന്ന് മുദ്ര കുത്തപ്പെടാനും നാളെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാനും സാധ്യതകളേറെയാണ്. കാരണം ജോസഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒത്തിരി നാളായിട്ട് ഒരു പെണ്ണ് കണ്ട് നടന്ന്, ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് അവളെ വിവാഹം കഴിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിലേക്ക് ഈ വാർത്ത കേൾക്കുമ്പോൾ ഒരു രീതിയിലും മാനുഷിക ബുദ്ധി കൊണ്ട് അതിനെ സ്വീകരിക്കേണ്ട യാതൊരു സാധ്യതകളുമില്ല. അങ്ങനെ ഇരിക്കെയാണ് ഈ അമ്മ മാതാവ് പറയുക, എന്താണ്, ദൈവമേ, നിൻ്റെ ഇഷ്ടം എന്തോ അതാകട്ടെ. ജോസഫ് എന്നെ സ്വീകരിക്കുമെന്ന് എനിക്കറിയത്തില്ല, നാളെ ഞാൻ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുമെന്ന് അറിയത്തില്ല, നാളെ ഞാൻ വേശ്യയെന്ന് മുദ്ര കുത്തപ്പെടുമെന്ന് എനിക്കറിയത്തില്ല, എന്നിരുന്നാൽ പോലും നിൻ്റെ ഇഷ്ടം എന്തോ അതിനോട് ഞാൻ ആമേൻ പറയുക. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ പേരാണ് ആത്മീയത. ഇതിൻ്റെ പേര് ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ, സങ്കടങ്ങളിൽ, വേദനകളിൽ, തെറ്റിദ്ധാരണകളുടെ മധ്യത്തിൽ ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയുവാനും ആ തിരിച്ചറിഞ്ഞ ദൈവഹിതത്തോട് ആമേൻ പറയാനുള്ള ചങ്കൂറ്റത്തിൻ്റെ പേരാണ് ആത്മീയത. അതാണ് ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാം ഒരു പ്രോസ്പെരിറ്റി ഗോസ്പലാണ്, എവിടെ എന്ത് കിട്ടും, അതല്ല. ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളുടെ നടുവിലൂടെ നടന്നു പോകുമ്പോഴും ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയണം. അതിനാദ്യം പറഞ്ഞൊരു കൃപ നമുക്ക് വേണം. ദൈവകൃപ നിറഞ്ഞവളെ സുസ്ഥി എന്ന് പറഞ്ഞു. ആ കൃപ നിറയുമ്പോഴാണ് ദൈവത്തിൻ്റെ അരുൾപ്പാടുകളെ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് ധ്യാനിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമായ ചിന്ത ഇതാണ്, ദൈവമേ, ജീവിതത്തിൻ്റെ ഏത് യാഥാർത്ഥ്യങ്ങളും അത് നിൻ്റെ ഹിതമാണെന്ന് തിരിച്ചറിയുവാൻ അതിനൊരു കൃപ എനിക്ക് വേണം. ആ തിരിച്ചറിഞ്ഞ ഹിതത്തെ അതൊന്ന് നിറവേറ്റാനുള്ള ഒരു കൃപ എനിക്ക് നൽകണം. പലപ്പോഴും ഞാൻ തളർന്നു പോവുക, എന്താ എങ്ങനെയെന്നൊക്കെ ചോദിച്ചു പോവുക, ഇങ്ങനെ സങ്കടപ്പെട്ടു പോവുകയാണ്. പലപ്പോഴും നിൻ്റെ കൃപയെ എനിക്ക് സ്വീകരിക്കാനായിട്ട് പറ്റുന്നില്ല. നീ നൽകുന്ന കൃപയോട് ഞാൻ മറുതലിച്ച് നിൽക്കുക. പിന്നീട് നമ്മൾ ഓടിച്ചെന്നിട്ട് കാര്യമില്ല. ഈശോ കൃപ ഇങ്ങനെ ദാനമായി നൽകാൻ നേരത്ത് നമ്മൾ സ്വീകരിക്കേണ്ട മനുഷ്യരാണ്. അതിനോട് മറുതലിച്ച് നിന്നിട്ട് പിന്നെ ഒരു ആവശ്യം വരുമ്പോൾ ഈശോയുടെ അടുത്ത് കൈനീട്ട് കാര്യമില്ല. മറിച്ച് ജീവിതത്തിൽ ഒരു സന്തുലനാവസ്ഥ, ഒരു നിലപാട് നമുക്കുണ്ടാകണം. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും എൻ്റെ ഈശോ നൽകുന്ന വെളിപാടുകളെ മനസ്സിലാക്കാനുള്ള ജീവിതത്തിൻ്റെ ഒരു നിലപാട്, അതിൻ്റെ പേരാണ് ആത്മീയത. അതുകൊണ്ട് ഈശോ നമ്മുടെ ഉള്ളിലൊക്കെ പിറന്നതാണ് പ്രിയപ്പെട്ടവരെ. അതിനൊന്ന് വളർത്താനായിട്ട് നമുക്ക് അനുവദിക്കാം. അപ്പോഴാണ് നമ്മളും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനും മകളൊക്കെ ആയിത്തീരുക. അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് നമ്മൾ ആഗ്രഹിക്കേണ്ടത്, എൻ്റെ ഉള്ളിൽ പിറന്ന ഈശോയെ എനിക്ക് വളർത്താനായിട്ട് ഒരിടമൊരുക്കി കൊടുക്കാൻ ദൈവമേ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. ഒപ്പം ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞ മനുഷ്യരായി നമുക്ക് മാറണം. ദൈവിക വെളിപാടുകളെ മനസ്സിലാക്കി അതിനോട് ചങ്കൂറ്റത്തോടെ ആമേൻ പറയുന്ന ഒരു മനുഷ്യരായിട്ട് നമുക്ക് മാറണം. അങ്ങനെ നമ്മുടെ വാക്കിൽ ദൈവം പിറക്കട്ടെ, നമ്മുടെ ചിന്തകളിൽ ദൈവം പിറക്കട്ടെ, നമ്മുടെ സാന്നിധ്യങ്ങളിൽ ദൈവം പിറക്കട്ടെ, നമ്മുടെ ആലോചനകളിൽ നമ്മുടേതായ ആഗ്രഹങ്ങളിൽ, സ്വപ്നങ്ങളിലെല്ലാം ദൈവം പിറക്കട്ടെ. ഈ പിറന്ന ദൈവം അത് വളരാനായിട്ട് നമുക്കിടമൊരുക്കി കൊടുക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.